പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദൈവവചനത്തിന്റെ ആഴമേറിയ സത്യങ്ങളിലേക്കുള്ള യാത്ര നമ്മൾ തുടരുകയാണ്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 30-ാമത്തെ വാക്യം. വചനം ഇങ്ങനെയാണ് പറയുക: യോന നിനവേക്കാർക്ക് അടയാളമായിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായിരിക്കും. മത്തായിയുടെ സുവിശേഷം 16:4 ഇത് തന്നെയാണ് വചനം വ്യക്തമാക്കുക. ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനായുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല എന്ന് യേശുക്രിസ്തു പ്രഖ്യാപിക്കുകയാണ്. അനന്തരം യേശുവോ അവരിൽ നിന്നും വിട്ടുപോയതായും വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം ഫരിസേയരും സദുക്കായരും യേശുവിനെ പരീക്ഷിക്കുവാൻ വന്നതിന് ശേഷം തങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നും ഒരു അടയാളം നൽകണമെന്ന് യേശുക്രിസ്തുവിനോട് ആവശ്യപ്പെടുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാലും ഇതുതന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അവിടെ 38-ാമത്തെ വാക്യം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12:38, അപ്പോൾ നിയമജ്ഞരിലും ഫരിസേയരിലും പെട്ട ചിലർ അവനോട് പറഞ്ഞു, ഗുരു, നിന്നിൽ നിന്നും ഒരു അടയാളം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതായത് യേശുക്രിസ്തുവിനോട് നിയമജ്ഞരും ഫരിസേയരും ഒരു അടയാളം ആവശ്യപ്പെടുകയാണ്. ഈ സമയം യേശുവിന്റെ മറുപടി ശ്രദ്ധിച്ചാൽ, ദുഷിച്ചതും അവിശ്വസ്തവുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു എന്ന് യേശുക്രിസ്തു പറയുകയാണ്. എന്നിട്ട് തുടരുകയാണ്, യോന പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും അതിന് നൽകപ്പെടുകയില്ല. കാരണം യോന 3 രാവും 3 പകലും തിമിംഗലത്തിന്റെ ഉദരത്തിൽ കിടന്നതുപോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും ഭൂമിക്കുള്ളിലായിരിക്കും. എന്നിട്ട് യേശു തുടരുകയാണ്, യോനായുടെ പ്രസംഗം കേട്ട് നിനവേ നിവാസികൾ അനുതപിച്ചു, ഇതാ ഇവിടെ യോനായേക്കാൾ വലിയ ഒരുവൻ. പ്രിയപ്പെട്ടവരെ, യോനായുടെ പ്രസംഗം കേട്ട് അവർ അനുതപിച്ചു. നിനവേയിലെ ജനം അനുതപിക്കുവാൻ കാരണമായി. എന്നാൽ ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവനെന്ന് യേശുക്രിസ്തു വ്യക്തമാക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം എന്താണ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുക എന്നത് നാം തിരിച്ചറിയണം. കാരണം യേശുക്രിസ്തുവിന്റെ വരവറിയിച്ചുകൊണ്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ, സ്നാപക യോഹന്നാൻ യഹൂദ ജനത്തെ നോക്കി വിളിച്ചു പറയുന്നുണ്ട്, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്നും ഓടിയകലുവാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ. അതായത് ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാപക യോഹന്നാൻ വിളിച്ചു പറയുന്നു, അനുദപിക്കണം, അല്ലെങ്കിൽ മാനസാന്തരത്തിന് യോജിച്ച ഒരു ഫലം നമ്മൾ പുറപ്പെടുവിക്കണമെന്ന്. എന്നാൽ സ്നാപക യോഹന്നാന്റെ ഒരു ബന്ധനസ്ഥനാക്കപ്പെട്ട അവസ്ഥ, അല്ലെങ്കിൽ സ്നാപക യോഹന്നാൻ തടവിലാക്കപ്പെട്ട ഒരു സത്യം അറിഞ്ഞ് യേശുക്രിസ്തു ആദ്യമായി തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് തുടങ്ങി. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പ്രസ്താവിച്ചു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അത് അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞ് യോനായേക്കാൾ വലിയവൻ തന്റെ പ്രസംഗം തുടങ്ങുമ്പോൾ, യോനായുടെ പ്രസംഗത്തിൽ നിനവേയിലെ ജനം അനുദപിച്ചു, എന്നാൽ ദൈവത്തിൽ വിശ്വസിച്ച നിനവേയിലെ ജനം അനുഗ്രഹം പ്രാപിച്ചുവെങ്കിൽ ഇന്നിതാ യോനായേക്കാൾ വലിയവനായ യേശുക്രിസ്തു വിളിച്ചു പറയുന്നു, അനുദപിക്കണമെന്നും സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്നും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, യേശുക്രിസ്തു പേരെടുത്തു പറയുന്ന ചെറിയ പ്രവാചകന്മാരിൽ ഒരാളാണ് യോന എന്ന് പറയുക. ബൈബിളിൽ 12 ചെറിയ പ്രവാചകന്മാരിൽ ഒരാളാണ് യോന. യോന പ്രവാചകനിൽ നിന്നും നാം എന്താണ് പഠിക്കേണ്ടത്? എന്തായിരുന്നു യോന പ്രവാചകന്റെ ശുശ്രൂഷ?
കേവലം 4 അധ്യായങ്ങൾ മാത്രമുള്ള ഈ പ്രവചനത്തിൽ ആകെ ഒരേ ഒരു പ്രവചനമാണ് കാതലായി നമുക്ക് പഠിക്കുവാനുള്ളത്. എന്നാൽ ആ പ്രവചനം നിറവേറാതെ പോയ ഒരു പ്രവചനവുമാണ്. ചരിത്രപരമായി വളരെയേറെ പ്രസക്തിയുള്ള ഈ പുസ്തകം പുതിയ നിയമത്തിൽ യേശു പേരെടുത്തു പറയുന്നു എന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, യേശുക്രിസ്തു പേരെടുത്തു പറയുകയാണ്. അത് യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും ഇല്ല. അപ്പോൾ എന്താണ് യോനായുടെ അടയാളം? വെള്ളത്തിൽ അഥവാ കടലിൽ തിമിംഗലത്തിന്റെ ഉദരത്തിൽ 3 ദിവസം കിടക്കുന്ന യോനാ പ്രവാചകൻ 3-ാം ദിവസം തിമിംഗലം ഛർദ്ദിക്കുന്നു. ഇവിടെ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നാൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണം, മരണത്തിന് ശേഷം അടക്കം ചെയ്ത് 3 ദിവസം കല്ലറയിൽ, അതിനുശേഷം കല്ലറ വിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന സാഹചര്യം. അപ്പോൾ യേശുവിന്റെ കുരിശുമരണത്തിന്റെ നിഴലായാണ് യോനായുടെ മത്സ്യത്തിന്റെ ഉദരത്തിലെ 3 ദിവസം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ നിനവയുടെ മാനസാന്തരത്തെക്കാൾ യോനായുടെ മാനസാന്തരത്തിനാണ് പ്രാധാന്യമുള്ളത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഓരോ വ്യക്തിയുടെയും മാനസാന്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ ഓരോരുത്തരും രക്ഷ പ്രാപിക്കണം, ഈ ലോകത്തുള്ള സകല ജനവും രക്ഷ പ്രാപിക്കണമെന്ന് യേശുക്രിസ്തു ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, രക്ഷ എന്ന് പറയുക തങ്ങളുടെ മാത്രം അവകാശമാണ് എന്ന് കരുതിയിരുന്ന ഇസ്രയേലിന്റെ ഇടുങ്ങിയ ചിന്താഗതിക്ക് ദൈവം കൊടുത്ത ഒരു മറുപടിയാണ് യോനാ പ്രവചനത്തിൽ നാം ഇന്ന് കാണുന്നത്. ദൈവത്തിന്റെ കരുണയ്ക്ക് അതിരുകളില്ല. എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇസ്രയേലിനെ പോലെ തന്നെ മറ്റു ജനതകളും, അതായത് വിജാതീയരും ദൈവത്തിന്റെ മക്കളാണെന്നും ഇസ്രയേലിന്റെ പ്രവാചകനായിരുന്ന യോന അത് തിരിച്ചറിയാതെ, എന്താ പറയുക, ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിയാതെ കടന്നു പോകുന്ന ഒരു അവസ്ഥ നമുക്കിവിടെ കാണാൻ പറ്റും. ഹല്ലേലൂയ. ഇസ്രയേലിനെ ദൈവം സ്നേഹിക്കുന്നത് പോലെ മറ്റു ജനതകളെയും ദൈവം സ്നേഹിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് യോനാ പ്രവചനം ഈ 4 അധ്യായം നമ്മളൊന്ന് പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹം തരുമെന്നുള്ള ചിന്തയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. ബൈബിൾ എടുത്താൽ യോനാ പ്രവാചകൻ ഇസ്രയേലിലെ ചെറിയ പ്രവാചകന്മാരിൽ, അല്ലെങ്കിൽ ഇസ്രയേലിലെ പ്രവാചകന്മാരിൽ ഒരുവൻ, അമീത്യായുടെ മകൻ. 2 രാജാക്കന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 25-ൽ അത് വ്യക്തമാക്കുന്നുണ്ട്. അമീത്യായുടെ പുത്രനും ഗത്ഹേഫറിൽ നിന്നുള്ള പ്രവാചകനും കർത്താവിന്റെ ദാസനുമായ യോനാ വഴി ഇസ്രയേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്തത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ രാജാക്കന്മാരുടെ പുസ്തകത്തിലാണ്. ഇസ്രയേലിന്റെ പ്രവാചകനായിരിക്കെ തന്നെ ദൈവം യോനായെ വിളിച്ച് നിനവേയിൽ തന്റെ പദ്ധതിക്കായി പോകണമെന്ന് നിർദ്ദേശിക്കുകയാണ്. ദൈവം വിളിക്കുകയാണ്. യോനായെ ദൈവം വിളിച്ചത് സുവിശേഷം പറയുവാൻ, അതും നിനവേയിൽ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ദൈവമേ, തിരിച്ചറിയുക, അസീറിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു നിനവേ പട്ടണം. ഇസ്രയേലിന്റെ മുഖ്യ ശത്രുവായിരുന്നു അസീറിയ. BC 722 കാലഘട്ടത്തിൽ അസീറിയ ഇസ്രയേലിനെ ആക്രമിച്ച് കീഴടക്കിയതായി ചരിത്രം വ്യക്തമാക്കുകയാണ്. നിനവയെ കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് നിനവ എന്ന് പറയുന്ന പട്ടണം. പടിഞ്ഞാറ് ഭാഗത്തുള്ള സ്ഥലമാണ് തർശീഷ് എന്ന് പറയുന്ന പട്ടണം. എന്നാൽ കർത്താവിന്റെ അരുളപ്പാട് യോനായ്ക്ക് ലഭിച്ചത് മഹാനഗരമായ നിനവയിലുള്ള ജനങ്ങളോട് അവരുടെ ദുഷ്ടത വിട്ട് തിരിയുവാൻ പ്രസംഗിക്കണമെന്നുള്ള നിയോഗമായിരുന്നു. എന്നാൽ അതിരു കടന്ന ദേശസ്നേഹം മൂലം, അതായത് ഇസ്രയേലിനോടുള്ള സ്നേഹവും അസീറിയയോടുള്ള അമർഷവും ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതിരിക്കുവാൻ യോനായെ പ്രേരിപ്പിച്ചുവെന്ന് കരുതേണ്ടിയിരിക്കുന്നു. അസീറിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന നിനവേ എന്ന മഹാനഗരം, ഈ ഒരു നഗരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. ദൈവം നോഹയുമായി ഉടമ്പടി ചെയ്യുന്ന ഒരു കാര്യം നമുക്കവിടെ കാണാൻ പറ്റും.
അതായത് വലിയ ജലപ്രളയത്തിനും വെള്ളപ്പൊക്കത്തിനും ഒക്കെ ശേഷം, അതായത് ജലപ്രളയം കഴിഞ്ഞ് 7-ാം മാസം 17-ാം ദിവസം നോഹയുടെ പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചതിന് ശേഷം നോഹയുടെ പുത്രന്മാരും നോഹയും ഒക്കെ ദൈവം അനുഗ്രഹിക്കുകയാണ്. അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിങ്ങൾ നിറയണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതി. നമുക്കത് ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാമത്തെ അധ്യായം 8-9 വാക്യങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ബൈബിൾ എടുക്കുക, എന്നിട്ട് ഉൽപ്പത്തി 9-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വചനം ഇങ്ങനെ പറയുന്നു, നോഹയോടും പുത്രന്മാരോടും ദൈവം വീണ്ടും അരുളി ചെയ്തു, നിങ്ങളോടും നിങ്ങളുടെ സന്തതികളോടും ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യുകയാണ്. ഇവിടെ ഒരു ഉടമ്പടി ദൈവവുമായി ചെയ്യണമെന്ന് ബൈബിൾ വീണ്ടും നമ്മളെ വ്യക്തമാക്കി പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി ഒരിക്കലും ഒരു വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങൾ നശിക്കുവാൻ ഇടവരില്ല എന്ന ഉടമ്പടി ദൈവം നോഹയുമായി ചെയ്യുന്നു. അതായത് ഭൂമിയെ നശിപ്പിക്കാൻ ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ ഒരു മഴവില്ല് ഞാൻ സ്ഥാപിക്കുന്നു. അതാണ് മഴവില്ല് കാണുമ്പോൾ ഉടമ്പടി ഓർമ്മിക്കണമെന്ന് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മളിവിടെ പഠിക്കുകയാണ്. ഹല്ലേലൂയ. പിന്നീട് നോഹയുടെ പുത്രന്മാരുടെ പേരുകൾ പറയുന്നു. ഷേം, ഹാം, യാഫത്ത്. ഹാം ആയിരുന്നു കനാന്റെ പിതാവ് എന്നും ദൈവത്തിന്റെ വചനമോടെ വ്യക്തമാക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 6-ാം വാക്യം, ഹാമിന്റെ പുത്രന്മാർ കൂഷ്, മിസ്രയീം, ഫൂത്ത്, കനാൻ എന്നിവർ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിന്റെ 8-ഉം 9-ഉം വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ബൈബിൾ ഇങ്ങനെ പറയുന്നു, കുഷിന്, ശ്രദ്ധിക്കുക, കുഷിന് നിമ്രോദ് എന്നൊരു പുത്രൻ ജനിച്ചു. അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ. അവൻ കർത്താവിന്റെ മുമ്പിൽ ഒരു നായാട്ടു വീരനായിരുന്നു. അതുകൊണ്ട് കർത്താവിന്റെ മുമ്പിൽ നിമ്രോദിനെ പോലെ ഒരു നായാട്ടു വീരൻ എന്നും ചൊല്ലുണ്ടായി എന്ന് ബൈബിള് വെളിപ്പെടുത്തുകയാണ്. അതായത് ഒരു പഴഞ്ചൊല്ലു പോലെ നിമ്രോദിനെ പോലെ ഒരു നായാട്ടു വീരൻ എന്ന ഒരു ചൊല്ല് എന്താ പറയാ ആ കാലഘട്ടത്തിൽ ഉണ്ടായതായി ബൈബിള് വെളിപ്പെടുത്തുന്നു. കാരണം ഒരു വീരപുരുഷനായിരുന്നു നിമ്രോദ് എന്ന് ബൈബിള് വ്യക്തമാക്കുന്നു. ഹല്ലേലൂയ. ആരംഭത്തിൽ നിമ്രോദിന്റെ രാജ്യം എന്ന് പറയുന്നത് ഷിനാർ ദേശത്തെ ബാബേലായിരുന്നു. ബാബേൽ ഗോപുരത്തിന്റെ ബാബേൽ ഗോപുരമൊക്കെ പണിത ആ സ്ഥലം. പിന്നീട് നിമ്രോദ് എന്താ പറയുന്നത് അശൂരിൽ നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് കടന്നു ചെന്ന് നിനവെ എന്ന് പറയുന്ന പട്ടണം പണിതു എന്ന് എന്താ പറയുന്നത് ഉൽപ്പത്തി 10-ാം അധ്യായത്തിന്റെ 11-ൽ നമുക്ക് കാണാൻ സാധിച്ചു. ലോകത്ത് ആദ്യമായി ഒരു സംസ്കാരം ഉടലെടുത്തു എന്ന് പറയുന്ന സ്ഥലം അത് നിനവെയാണെന്ന് ചരിത്രം വ്യക്തമാക്കുകയാണ്. നിമ്രോദ് നിനവെ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മഹാനഗരം പണിയുകയും ആ നിനവെ എന്ന മഹാനഗരം ഒരു ചരിത്രത്തിന്റെ എന്താ പറയുക ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി, അതായത് നമ്മള് എന്താ പറയുക പഠിക്കുന്ന സമയത്തൊക്കെ സിന്ധു നദീതട സംസ്കാരം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഒരു സിവിലൈസേഷൻ, ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഉടലെടുത്തത് ഈ എന്താ പറയുന്നത് നിനവേലായിരുന്നു എന്ന് ചരിത്രം വ്യക്തമാക്കുകയാണ്. നിനവയെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ നാഹൂം എന്ന് പറയുന്ന പ്രവചന പുസ്തകം കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നാഹൂം പ്രവചനത്തിന്റെ 1-ാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ എടുത്താൽ അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം അല്ലെങ്കിൽ ആ ഒരു നാഹൂം പ്രവചനത്തിന്റെ ഒരു ഹെഡിങ് തന്നെ നിനവയുടെ മേൽ വിധി എന്നൊരു ഹെഡിങ്ങോട് കൂടിയാണ് ആ ഒരു പുസ്തകം ആരംഭിക്കുക. പ്രിയപ്പെട്ടവരെ, നിനവയെ സംബന്ധിച്ചുള്ള പ്രവചനം എൽക്കോഷനായ നാഹൂമിന്റെ ദർശന ഗ്രന്ഥം എന്ന് പറഞ്ഞത് തുടങ്ങുമ്പോൾ ബൈബിൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു, കർത്താവ് അസഹിഷ്ണുവായ ദൈവവും പ്രതികാരം ചെയ്യുന്നവനുമാണ്. കർത്താവ് പ്രതികാരം ചെയ്യുന്നവനും ക്രോധം നിറഞ്ഞവനുമാണ്. കർത്താവ് തന്റെ വൈരികളോട് പകരം വീട്ടുകയും ശത്രുക്കൾക്ക് വേണ്ടി ക്രോധം കരുതി വെക്കുകയും ചെയ്യുന്നു എന്ന് 2-ാമത്തെ വാക്യം വ്യക്തമാക്കുന്നു. എന്നാൽ 3-ാമത്തെ വാക്യം വ്യത്യസ്തമാകുകയാണ്. കർത്താവ് ദീർഘക്ഷമയുള്ളവനും അതിശക്തനുമാണ്.
ഒരു കാരണവശാലും അവിടുന്ന് കുറ്റക്കാരെ വെറുതെ വിടുകയില്ല. ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമാണ് അവിടുത്തെ പാതയെന്നും മേഘങ്ങൾ അവിടുത്തെ പാദങ്ങളിലെ പൊടിയാണ് എന്നും വചനം വ്യക്തമാക്കുകയാണ്. എന്ന് വെച്ചാൽ കർത്താവ് പ്രതികാരം ചെയ്യുന്നവനാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ കർത്താവ് ദീർഘക്ഷമയുള്ളവനാണ് എന്നും ഇവിടെ വചനം വ്യക്തമാക്കുന്നു. നമ്മൾ വീണ്ടും മുന്നോട്ട് പോയാൽ നാഹൂം പ്രവചനം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം അതിങ്ങനെ പറയുന്നു: വിനാശകൻ നിനക്കെതിരെ വരുന്നു, കോട്ടകളിൽ പ്രതിരോധം ഏർപ്പെടുത്തുക, വഴികളിൽ കാവൽ നിർത്തുക, നീ അരമുറുക്കുക, സർവശക്തിയും സംഭരിക്കുക. പ്രിയപ്പെട്ടവരെ, നിനവേയുടെ പതനത്തെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണിത്. ശ്രദ്ധിക്കുക, എന്തായിരുന്നു അതിന്റെ കാരണം? നിനവേയുടെ പതനം പടിപടിയായി വർണ്ണിച്ചുകൊണ്ടുള്ള പ്രവചനങ്ങൾ അഥവാ ദൃക്സാക്ഷി വിവരണം പോലെ നമുക്ക് ഈ ഒരു നാഹൂം പ്രവചനത്തെ നമുക്ക് കാണാം. അല്ലെങ്കിൽ വളരെ സജീവമായി നിനവേയുടെ നാശത്തെ കുറിച്ച് പ്രവചിക്കുകയാണ് നാഹൂം പ്രവാചകൻ. ഇവിടെ നാഹൂം പ്രവചനം 3:1 നിനവേയുടെ അക്രമങ്ങൾ എന്ന് പറഞ്ഞ് ബൈബിൾ തുടങ്ങുമ്പോൾ രക്തപങ്കിലമായ നഗരത്തിന് ഹാ കഷ്ടം, വ്യാജവും കൊള്ളയും കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നു, അവിടെ നിന്ന് കവർച്ച ഒഴിയുകയില്ല എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. വീണ്ടും നാഹൂം പ്രവചനം 3:4 പറയുന്നു: വേശ്യാവൃത്തി കൊണ്ട് ജനതകളോടും വശീകരണ ശക്തി കൊണ്ട് രാജ്യങ്ങളെയും വഞ്ചിച്ച മോഹിനിയും മാരക വശ്യതയുള്ളവളുമായ വേശ്യയുടെ എണ്ണമറ്റ വേശ്യാവൃത്തി നിമിത്തമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. എന്ന് വെച്ചാൽ മഹാനഗരമായ നിനവേ, ലോകത്തിൽ ആദ്യമായി സംസ്കാരം അഥവാ സിവിലൈസേഷൻ രൂപം പ്രാപിച്ച ഈ ഒരു നഗരം ഇന്ന് നാശത്തിന്റെ വക്കീലാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ആ ഒരു രാജ്യം അല്ലെങ്കിൽ ആ ഒരു നഗരം നശിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് വിഗ്രഹാരാധനയും ആഭിചാര പ്രവൃത്തികളും മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും വേശ്യാവൃത്തിയും മദ്യപാനവും, അങ്ങനെ നിനവേ പട്ടണം അധഃപതനത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു അതിന്റെ പതനത്തിന് കാരണമായി വചനം വ്യക്തമാക്കുക. ദൈവം യോനാ പ്രവാചകനിലൂടെ ആ ജനത്തോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. യഹൂദ ജനത്തിന് വെളിയിലുള്ള സകല ജനവിഭാഗങ്ങളോടുമുള്ള ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുതലും പുതിയ നിയമത്തിൽ മാത്രം കാണുന്ന ഒരു ചിന്തയല്ല എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ക്രിസ്തുവിന് 7 ശതാബ്ദങ്ങൾക്ക് മുമ്പ് അസീറിയയിൽ അല്ലെങ്കിൽ അസീറിയൻ ജനതയ്ക്കുള്ള ഒരു മാനസാന്തര സന്ദേശം ദൈവം യഹൂദ പ്രവാചകനായ യോനായെ പരമേൽപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു കരുണ കാണിക്കുന്ന ഒരു ദൈവമായി നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ കരുണ കാണിക്കുന്ന ദൈവത്തിന്റെ ഒരു സ്വരം യോനായിലൂടെ ആ ജനം കേൾക്കുകയാണ്. ഹല്ലേലൂയ! ലോകത്തിന്റെ മുഴുവനും രക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന സത്യം ഇവിടെ നമുക്ക് കാണാൻ കഴിവില്ലാത്ത വിധം ദൈവത്തിന്റെ പ്രവാചകന്മാരുടെയും ദൈവജനത്തിന്റെയും ഹൃദയം അന്ധമായി തീർന്നുപോയി. ബൈബിൾ ഉടനീളം നാം പരിശോധിച്ചാൽ സർവ്വ ജനങ്ങളോടുമുള്ള ദൈവത്തിന്റെ കരുണയും സ്നേഹവും ഏറ്റവും അധികം വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ് യോനാ പ്രവചനം അല്ലെങ്കിൽ ആ 4 അധ്യായങ്ങൾ. ഹല്ലേലൂയ! യോനായെ ദൈവം തെരഞ്ഞെടുക്കുകയാണ്. എന്തിനു വേണ്ടി? നിനവേയിൽ പോകണം. ദൈവത്തിന്റെ സന്ദേശം നിനവേയിൽ പോയി പറയണം. ഹല്ലേലൂയ! നമ്മെ തെരഞ്ഞെടുത്ത ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതുമാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നമ്മളെ ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഗോസ്പൽ ഇംഗ്ലീഷുകാർ ഇങ്ങനെ പറയും, ഗോ ആൻഡ് സ്പെൽ, പോയി പറയണം, സുവിശേഷം പറയണം. അതുകൊണ്ട് നമ്മുടെ എല്ലാം ഉത്തരവാദിത്വം എന്ന് പറയുക, ദൈവത്തോട് നമ്മൾ ചേർന്നിരിക്കണം. ആ അധികാരത്തിൽ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ഒരു കരുത്ത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കണം. യോന നിനവേയിൽ പോകാതിരിക്കുവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് യഹൂദന് ജാതികളുമായി ബന്ധമില്ലായിരുന്നു എന്നതാണ്.
കാരണം യോന ഒരു ഹെബ്രായക്കാരനായിരുന്നു. അവന്റെ നിയമത്തിൽ അത് അനുവദിക്കുന്നില്ല. പക്ഷേ ഇവിടെ നിയമം കൊടുത്ത ദൈവം തന്നെയാണ് നിനവേയിലേക്ക് പോകുവാൻ യോനായോട് പറഞ്ഞത്. മറ്റൊന്ന്, നിനവേക്കാരെ പറ്റിയുള്ള ഒരു ഭയം യോനയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. കാരണം നിനവേ അസീറിയായ ഇസ്രയേലിന് എതിരായി ചരിത്ര പശ്ചാത്തലമുണ്ട്. ഹല്ലേലൂയ. പഴയ ചരിത്ര പശ്ചാത്തലം ഓർമ്മയുള്ളതിനാൽ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വിദ്വേഷവും വൈരവും ഒക്കെ ഉള്ളതുകൊണ്ട് ദൈവം കൊടുത്ത ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ യോന വൈമുഖ്യം കാണിച്ചു. തന്റെ തെരഞ്ഞെടുപ്പും തന്റെ വിളിയും യോന ഓർക്കാതെ പോയി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നമ്മെക്കുറിച്ചുള്ള തെരഞ്ഞെടുപ്പും വിളിയും നമ്മൾ ഓർമ്മിക്കണം. ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുക, അത് നമ്മൾ വെളിപ്പെടുത്തുവാൻ നമ്മളിൽ ദൈവം ചില ഉത്തരവാദിത്തങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് പ്രഘോഷിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. നമുക്ക് അത് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒത്തിരിയേറെ ജനം സത്യമറിയാതെ നാശത്തിന്റെ പാതയിലൂടെ കടന്നു പോവുകയാണ്. 1 കൊരിന്ത്യൻസ് 1:18 വചനം പറയുന്നില്ലേ, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് ഈ കുരിശിന്റെ വചനം ഭോഷത്വമാ, എന്നാൽ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ ഇത് ദൈവത്തിന്റെ ശക്തി എത്രയെന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. നമ്മെ അയക്കുന്നിടത്തേക്ക് നമ്മൾ പോകണം. നമ്മൾ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കണം. അതിന് അധികാരത്തോടുകൂടി സുവിശേഷം പറയുവാനുള്ള കരുത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. യോന ദൈവത്തിന്റെ സ്വരം ശ്രവിച്ചു. പക്ഷേ നിനവേയിലേക്ക് പോകാതെ തർശീഷിലേക്ക് ഓടിപ്പോയി. ഹല്ലേലൂയ. ഗലീലായിലായിരുന്നവനോട് ദൈവം പറഞ്ഞു നിനവേയിലേക്ക് പോകണം. ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിയാതെ താർഷീഷിലേക്ക് പോകുന്ന കപ്പലിൽ യാത്രക്കൂലി കൊടുത്ത് യോന കയറുകയാണ്. ജോപ്പായിൽ എത്തിയാണ് കപ്പലിലേക്ക് യോന കയറുന്നത് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. ജോപ്പായെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ പത്രോസ് തബീത്ത എന്ന പെൺകുട്ടിയെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് ഉയർപ്പിച്ച സ്ഥലമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 9ഉം 10ഉം അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ പറ്റും. അത് തന്നെയുമല്ല, സ്വർഗം തുറന്ന് വലിയ വിരിപ്പ് പോലൊരു പാത്രം 4 കോണിലും പിടിച്ച് ഭൂമിയിലേക്ക് ഇറക്കുന്ന ദർശനം പത്രോസ് കണ്ട സ്ഥലവും ജോപ്പായാണ്. ഇസ്രായേലിലെ ടെല്ലവീവില് ജോപ്പ എന്ന സ്ഥലത്ത് സെന്റ് പീറ്ററിന്റെ നാമത്തില് നിലകൊള്ളുന്ന ഒരു വലിയ പള്ളിയുണ്ട്. കാരണം രക്ഷ ഇസ്രായേൽ ജനത്തിന് മാത്രമല്ല സകല ജനത്തിനും ഉള്ളതാണെന്ന് പത്രോസ് ലീഹ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ മനസ്സിലാക്കിയ സ്ഥലമാണ് ഹല്ലേലൂയ ജോപ്പ എന്ന് പറയുക. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ജോപ്പായിൽ വെച്ച് തർശീഷിലേക്കുള്ള കപ്പലിൽ കയറി പോകുന്ന അല്ലെങ്കിൽ ജോപ്പായിൽ നിന്ന് തർശീഷിലേക്ക് പോകുന്ന കപ്പലിൽ കയറി യോന യാത്രയാവുകയാണ്. കപ്പലിന്റെ ഉള്ളറയിൽ പോയി ഈ വ്യക്തി കിടന്ന് ഉറങ്ങുന്നതായി നമുക്കത് അത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. ഹല്ലേലൂയ. അതായത് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിപരീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത യോന എന്ത് ചെയ്തു? മര്യാദക്കാരനായിരുന്നുവെങ്കിൽ നിനവേയിൽ പോയി പ്രസംഗിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വാക്ക് തിരസ്കരിച്ചത് കൊണ്ട് നഷ്ടം യോനായ്ക്ക് മാത്രമായി മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. കടൽ ശോഭിക്കുകയാണ്. കപ്പൽ തകരുന്ന ഒരു സാഹചര്യം. കപ്പലിലെ യാത്രക്കാർ മുഴുവൻ പരിഭ്രാന്തരാകുന്നു. നിരവധി വ്യാപാരികൾ ആ കപ്പലിൽ ഉണ്ടായിരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. വിവിധ മതവിഭാഗത്തിൽപ്പെട്ടവര് ആ കപ്പലിനകത്തുണ്ടായിരുന്നു. നിരവധിയായ സാധന സാമഗ്രികൾ അതിന്റെ അടിത്തട്ടിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ കിടന്നുറങ്ങുന്ന യോനായെ നമുക്കവിടെ കാണാൻ പറ്റും. ഈ ഒരു സമയം കടൽ ശോഭിക്കുന്ന സമയത്ത് അതിനകത്തുണ്ടായിരുന്ന ഓരോരുത്തരും താങ്കളുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നീട് എന്താ സംഭവിക്കുന്നത്? കപ്പലിൽ ഉണ്ടായിരുന്ന സാധന സാമഗ്രികൾ കടലിൽ എറിഞ്ഞ് കപ്പലിന്റെ ഭാരം അവര് കുറയ്ക്കുകയാണ്. ഈ സമയം കപ്പിത്താൻ യോനായെ, അതായത് കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന യോനായെ കാണുകയാണ്. എന്നിട്ട് ഇദ്ദേഹം വന്നിട്ട് ചോദിച്ചു, നീ ഉറങ്ങുന്നുവോ? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക, നമ്മൾ നശിക്കാതിരിക്കുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കുമെന്ന് ഈ കപ്പിത്താൻ പറയുകയാണ്. എന്നിട്ട് ആര് നിമിത്തമാണ് ഈ അനർത്ഥം സംഭവിച്ചതെന്നറിയാൻ അവര് നറുക്കിട്ടു. ഈ സമയം നറുക്ക് വീണത് യോനായ്ക്കായിരുന്നു.
ഈ യാത്രക്കാർ ഒന്നടങ്കം വന്ന് യോനായോട് ചോദിച്ചു, നീ ആരാണ്? നിന്റെ തൊഴിൽ എന്താണ്? നീ എവിടെ നിന്ന് വരുന്നു? നീ എവിടേക്ക് പോകുന്നു? നിന്റെ നാട് ഏതാണ്? നീ ഏത് ജനതയിൽപ്പെടുന്നു? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ യോനായോട് ചോദിച്ചപ്പോൾ യോനായുടെ മറുപടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഒരു ഹെബ്രായൻ, കടലും കരയും സൃഷ്ടിച്ച സ്വർഗസ്ഥനായ ദൈവമായ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, കടലും കരയും സൃഷ്ടിച്ച സ്വർഗസ്ഥനായ ദൈവമായ കർത്താവിനെയാണ് ഞാൻ ആരാധിക്കുന്നത് എന്ന് ഹല്ലേലൂയ യോന പറയുമ്പോൾ ഭയത്തോടെ അവർ ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുകയായിരുന്നുവെന്ന് യോന മറുപടി പറയുകയാണ്. ശ്രദ്ധിക്കുക, ദൈവത്തോട് നിനവേൽ പോകാമെന്ന് പറഞ്ഞവൻ പോകുന്ന വഴി തന്റെ പ്ലാൻ മാറ്റി. ഇനി എന്താണ് സംഭവിക്കുവാൻ പോകുന്നതറിയാതെ യോന കപ്പലിൽ നിൽക്കുന്നു. എല്ലാ മതങ്ങളും അടങ്ങുന്ന കപ്പൽ. അത് ഈ ലോകത്തെ പ്രതിനിധീകരിക്കുന്നു. വ്യാപാരികൾ, ഈ ലോകത്തിലെ മനുഷ്യർ, സാധന സാമഗ്രികൾ, ജീവിത വ്യഗ്രതയിൽ നാം നേടാൻ ആഗ്രഹിക്കുന്നതെല്ലാം. പക്ഷേ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ജെറമ്യ 29:11 കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, പിന്നെയോ നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പദ്ധതി തിരിച്ചറിയാതെ പോകുന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഓരോരുത്തരുടെയും കുഴപ്പമെന്ന് പറയുക. പദ്ധതി തയ്യാറാക്കിയത് ദൈവമാണ്. ആ തയ്യാറാക്കിയ ദൈവത്തെ നമ്മൾ തിരിച്ചറിയണം. ചില കൊടുങ്കാറ്റുകള്, ചില പ്രതികൂലങ്ങള് ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഉറങ്ങുന്നവരും ഉറക്കം നടിക്കുന്നവരും ഉണരണമെന്ന് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. ചില കാറ്റ് നിനക്കെതിരായിരിക്കാം. ചില കാറ്റ് നിനക്കെതിരാണോ? ചില രോഗവും ചില ബാധ്യതയും ചില അസ്വസ്ഥതകളും ഒക്കെ നിങ്ങൾക്കുണ്ടോ? ഒരു കാര്യം തിരിച്ചറിയുക, അത് നമ്മെ ഉണർത്തുവാനാണെന്ന് തിരിച്ചറിയുക. നമുക്കെതിരെ കാറ്റടിപ്പിച്ചത് ദൈവമാണെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റാതെ ആ കാറ്റ് ശമിക്കത്തില്ല എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചറിയുക. നമ്മെ ഉണർത്തുവാൻ, നമ്മുടെ കുടുംബത്തെ ഉണർത്തുവാൻ ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നറിഞ്ഞിട്ടും അതനുസരിക്കാതെ യോനായെ പോലെ മറുതലിച്ചാൽ, ഓടി ഒളിച്ചാൽ ഒരു കൊടുങ്കാറ്റിനെ നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയാണ് നമ്മളെ ബാധിക്കുക എന്ന് നമുക്കറിയത്തില്ല. ഇവിടെ നോക്കുക, കപ്പൽ ആടിയുലയുന്നു, തകരുമെന്ന് പറയുന്ന ഒരു സാഹചര്യം. ഭാരം കുറയ്ക്കുവാൻ സാധനങ്ങൾ കടലിൽ എറിയുന്നു, പക്ഷെ പ്രശ്നം തീരുന്നില്ല. നറുക്കു വീണ യോന പറയുകയാണ്, കടൽ ശോഭിക്കുവാൻ കാരണം ഞാനാണ്. എന്നെ കടലിൽ എറിഞ്ഞു കളഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടും. കടലിൽ എറിഞ്ഞാലും, അതായത് ഞാൻ മരിച്ചാലും ഞാൻ നിനവേയിൽ പോകില്ല എന്ന കഠിനമായ തീരുമാനം യോന എടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പദ്ധതിക്കെതിരെ കഠിനമായ തീരുമാനം നമ്മൾ എടുക്കരുത് എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ നോക്കുക, യോനായെ വെള്ളത്തിലേക്ക് എറിഞ്ഞു, കടൽ ശാന്തമായി. കപ്പലിലുള്ള ജനം ദൈവത്തെ അറിയുവാനും അത് കാരണമായി. മത്സ്യം വന്ന് വിഴുങ്ങുമെന്ന് യോനായ്ക്ക് അറിയില്ല. ദൈവത്തിന്റെ പദ്ധതി കണ്ടോ? അനുസരണക്കേട് കാട്ടിയിട്ടും വിളിയുള്ളവനെ കരുതുന്ന സർവശക്തനായ സർവജ്ഞാനിയായ ദൈവം ദൈവരാജ്യത്തിനായി ഇറങ്ങിത്തിരിച്ച ശേഷം നിന്റെ യാത്ര വഴിമാറി സഞ്ചരിക്കാൻ ഇടവന്നാൽ, മറ്റു പല മേഖലകളിൽ സഞ്ചരിച്ചാൽ യോനായെ പോലെ വെള്ളത്തിലേക്ക് വീഴുന്ന ഒരു അനുഭവം ഉണ്ടാകുമെന്ന് തിരിച്ചറിയുക. ദൈവിക പദ്ധതി അനുസരിക്കണം. ആ പദ്ധതിയിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചാൽ, വാക്കു പറഞ്ഞത് ദൈവത്തോട് ആയതുകൊണ്ട് ദൈവം വാക്കു മാറ്റത്തില്ല. നീ വാക്കു പറഞ്ഞത് ദൈവത്തോടാണോ? ദൈവം വാക്കു മാറത്തില്ല. ഏത് രീതിയിലൂടെയാണെങ്കിലും ദൈവം നമ്മെ ഓരോരുത്തരെയും തിരിച്ചു കൊണ്ടുവരും എന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. നമ്മുടെ ഇഷ്ടത്തിനൊന്നും ഇവിടെ പ്രസക്തിയില്ല. ദൈവത്തിന്റെ ഇഷ്ടത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ഉത്തരവാദിത്വം വിശ്വസ്തയോടുകൂടി നമ്മൾ ചെയ്യുക. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം ഓർത്തുകൊള്ളുക, ദൈവത്തോട് എതിർത്തു നിന്ന് നശിക്കരുത്. അനുസരിച്ചു നിന്ന് അനുഗ്രഹം പ്രാപിക്കണം.
ഈ തലമുറയിൽ യോനായുടെ അടയാളം നമുക്ക് യേശുക്രിസ്തു തരികയാണ്. വൈമുഖ്യം നമുക്ക് വേണ്ട. നമ്മുടെ വഴിയെ മുന്നോട്ട് പോകരുത്. ഹല്ലേലൂയ. കാറ്റും കോളും പ്രതികൂലവും വരുമെന്ന് മുന്നറിയിപ്പ് ഇവിടെ നമുക്ക് തരികയാണ്. ഇവിടെ വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യം എടുത്താൽ കടലിനെ ശാന്തമാക്കുന്ന ഒരു സംഭവം നമുക്കിവിടെ കാണാൻ പറ്റും. അവിടെ യേശുവും ശിഷ്യന്മാരും വഞ്ചിയിൽ മറുകരയിലേക്ക് പോകുന്ന ഒരു സമയം, വലിയ കൊടുങ്കാറ്റിൽപ്പെട്ട് തിരമാലകൾ ഉയർന്ന് വഞ്ചിയിൽ വെള്ളം കയറുകയാണ്. വഞ്ചി മുങ്ങുന്നത് പോലത്തെ ഒരു അനുഭവം. യേശു വഞ്ചിയുടെ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു എന്ന് വചനം വ്യക്തമാക്കുന്നു. ശിഷ്യന്മാര് യേശു ക്രിസ്തുവിനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? യേശു പെട്ടെന്ന് ഉണരുകയും കാറ്റിനെയും കടലിനെയും ശാസിക്കുകയും ചെയ്തതായി നമുക്കവിടെ കാണാൻ പറ്റും. കടൽ ശാന്തമായി. ഇസ്രയേലിലെ പ്രവാചകനായ യോനായ്ക്ക് ദൈവത്തിലുള്ള വിശ്വാസത്താൽ ഇങ്ങനെ കടലിനെ ശാസിച്ചാൽ പോരായിരുന്നു. വചനം ഉള്ളിൽ വഹിച്ച് ഇറങ്ങി പുറപ്പെട്ട യോന കടലിനെ ശാസിക്കാൻ കരുത്തില്ലാതെ മരിക്കാൻ തീരുമാനിക്കുന്ന ഒരു കാഴ്ച ഇവിടെ നമ്മൾ കാണുകയാണ്. നശിച്ചു പോകാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, പിന്നെയോ ദൈവത്തിന്റെ പദ്ധതിയിൽ നമ്മൾ അനുഗ്രഹം പ്രാപിക്കാനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഹല്ലേലൂയ. വിളിച്ചവൻ വിശ്വസ്തനാണ്. പ്രതികൂലങ്ങളോട് വഴിമാറുവാൻ കൽപ്പിച്ച ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ മറക്കരുത്. നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്ന് നമ്മൾ മറക്കരുത്. ദൈവം നമ്മുടെ പക്ഷത്തുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. കപ്പലിന്റെ ഭാരം കുറച്ചതുപോലെ രോഗം വന്നപ്പോൾ മദ്യപാനം മാറ്റുന്നതോ, ജോലി നഷ്ടമായപ്പോൾ പള്ളിയിൽ പോകുന്നതോ, അല്ലെങ്കിൽ വചനം കേൾക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ ചില ചീത്ത സ്വഭാവം മാറ്റുവാൻ പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനം പോലെയോ ഇവിടെ അങ്ങനെ നിങ്ങൾ മാറരുത്. അത് കപ്പലിന്റെ ഭാരം കുറച്ച പോലെയാണ്. പൂർണ്ണമായ മനസ്സാന്തരം. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. പൂർണ്ണമായ മനസ്സാന്തരം ഉണ്ടാകണം. യോന ഇപ്പോൾ എവിടെയാണ്? മത്സ്യത്തിന്റെ ഉദരത്തിൽ. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിലെ അസ്വസ്ഥതയ്ക്ക് കാരണം ഞാനാണെങ്കിൽ, എന്റെ സ്വഭാവമാണെങ്കിൽ, എന്റെ സംസാര രീതിയാണെങ്കിൽ, എന്റെ മദ്യപാനമാണെങ്കിൽ, എന്റെ അശുദ്ധിയാണെങ്കിൽ, ഏതെങ്കിലും പാപ സ്വഭാവമാണെങ്കിൽ ഇന്ന് സ്റ്റോപ്പ് ചെയ്യുവാൻ നിങ്ങൾ തീരുമാനമെടുക്കുക. ഇസ്രായേലിന്റെ തകർന്ന മതിൽ പണിതുയർത്തുവാൻ നെഹമ്യായെ ബലപ്പെടുത്തിയ ദൈവം നിങ്ങളെ ഇന്ന് അനുഗ്രഹിക്കുവാനും ശക്തിപ്പെടുത്തുവാനും ഹല്ലേലൂയ കരുത്തുള്ളവനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഹല്ലേലൂയ. യോനായ്ക്ക് ലക്ഷ്യം തെറ്റിയപ്പോൾ ദൈവം മത്സ്യത്തെ ഒരുക്കുന്നു. മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്നപ്പോൾ മനസ്സാന്തരമുണ്ടായി. 3 രാവും 3 പകലും മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്ന യോന തന്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു. യോനാ പ്രവചനം 2-ാം അധ്യായം. യോനായുടെ നിലവിളി കാണാൻ നമുക്ക് കഴിയുമെങ്കിൽ ആ പ്രാർത്ഥന മുഴുവനും സങ്കീർത്തനത്തിൽ നിന്നുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമെങ്കിൽ, ഇവിടെ യോന പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, അത് മുഴുവൻ സങ്കീർത്തനത്തിൽ നിന്നുള്ളതാണ്. 1-ാം അധ്യായത്തിൽ ദൈവത്തെ മറന്നു സഞ്ചരിച്ച യോന മറന്നുപോയ പ്രാർത്ഥന 2-ാമത്തെ അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്ന യോനായുടെ മുഖമായി നമുക്കിവിടെ കാണാൻ പറ്റും. നിങ്ങൾ സങ്കീർത്തനം 139 എടുത്താൽ അതിന്റെ 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ വചനം വ്യക്തമാക്കുന്നത് എന്താണ്? സങ്കീർത്തകൻ ഇങ്ങനെ എഴുതി വെച്ചു, അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ ഒളിക്കും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുമുണ്ട്. ഞാൻ പ്രഭാതത്തിന്റെ ചിറക് വിരിച്ച് സമുദ്രത്തിന്റെ അതിർത്തിയിൽ ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അങ്ങയുടെ വലതു കൈ എന്നെ പിടിച്ചു നടത്തും. ഇരുട്ടെന്നെ മൂടട്ടെ, എന്റെ ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും. എന്തെന്നാൽ അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ്. സമുദ്രത്തിന്റെ അതിർത്തിയിലും കരം പിടിക്കുവാൻ കരുത്തുള്ള ഒരു ദൈവത്തെ യോന മറന്നുപോയി. നിനവയിൽ നിന്ന് മാറിപ്പോയാൽ, ദേശം വിട്ടോടിപ്പോയാൽ, ഇസ്രയേലിന്റെ അതിർത്തി വിട്ട് ദൈവം വരില്ലെന്ന് കരുതിയ യോനായ്ക്ക് തെറ്റുപറ്റി. പ്രിയപ്പെട്ടവരെ, സമുദ്രത്തിന്റെ അഗാധതയിലേക്ക് മറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം നടക്കില്ലെന്ന് കരുതിയ യോനായ്ക്ക് തെറ്റുപറ്റി. ഹല്ലേലൂയ.
യോന എന്ത് ചെയ്തെന്നറിയാമോ? ഭൂമിയുടെ അറ്റത്തുപോയി പാർത്താലും ദൈവത്തിന്റെ കരം നിന്നെ പിടിക്കുമെന്നുള്ള, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ള ഒരു ചിന്ത പെട്ടെന്ന് മറന്നുപോയി. ഈ തിരിച്ചറിവ് യോനായ്ക്ക് മുമ്പില്ലായിരുന്നു. മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്നപ്പോൾ വെളിവുണ്ടായി. ദൈവത്തിന്റെ പദ്ധതിയിൽ, അതായത് ദൈവത്തെ മറച്ച് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നൊരു തിരിച്ചറിവ് യോനായ്ക്കുണ്ടായതുപോലെ നമ്മളും ഇന്ന് അത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒന്നും ദൈവത്തിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നില്ല. എബ്രായർ ലേഖനം 4:13 സെന്റ് പോൾ പറയുന്നില്ലേ, അവന്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല, അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്, നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ് എന്ന് സെന്റ് പോൾ വളരെ വ്യക്തമാക്കുന്ന ഒരു വചനം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യോനായ്ക്ക് അത് മനസ്സിലാകുവാൻ മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടക്കേണ്ട ആ 3 ദിവസമാണ് തിരിച്ചറിവുണ്ടായത്. യോന 2:4 ബൈബിൾ പറയുന്നു, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായിരിക്കുന്നു, അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇനി ഞാൻ എങ്ങനെ നോക്കും? ഒരു പ്രത്യാശയോടെ ദൈവത്തെ യോന നോക്കുകയാണ്. കാരണം ഉള്ളിന്റെ ഉള്ളിൽ തിരിച്ചറിവുണ്ടായി. വീണ്ടും 2:9 വരുമ്പോൾ, കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിച്ച് ഞാൻ അങ്ങേക്ക് ബലിയർപ്പിക്കും, ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും, കർത്താവിൽ നിന്നാണ് രക്ഷ. കണ്ടോ, കർത്താവിൽ നിന്നാണ് രക്ഷ എന്ന തിരിച്ചറിവ്. അതോടുകൂടി കാര്യങ്ങൾ മാറി പറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു? കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു, അത് യോനായെ കരയിലേക്ക് ഛർദ്ദിച്ചു. മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് യോന പറയുകയാണ്, ഏതവസ്ഥയിൽ നിന്നും ദൈവം വിടുവിക്കും. ദൈവത്തിന്റെ പദ്ധതിക്ക് വിരോധമായി തന്റെ ജീവൻ നശിപ്പിക്കുവാൻ തീരുമാനിച്ച് കടലിലെറിഞ്ഞ യോന 3 ദിവസം മത്സ്യത്തിന്റെ അകത്ത് കിടന്നപ്പോൾ ബുദ്ധി ഉദിക്കുകയാണ്. എന്നിട്ട് വിളിച്ചു പറയുകയാണ്, കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ല, രക്ഷ കർത്താവിൽ നിന്നാണ് എന്ന് പറയുന്ന സമയം കർത്താവ് പ്രാർത്ഥന കേട്ടു, മത്സ്യം ഛർദ്ദിച്ചിട്ടു. യോനായ്ക്ക് മാനസാന്തരം ഉണ്ടായി. അപ്പോൾ വീണ്ടും കർത്താവിന്റെ അരുളപ്പാട്, എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിലേക്ക് പോവുക, കർത്താവിന്റെ സന്ദേശം നീ അവിടെ പ്രഘോഷിക്കുക. യോന 3:4 എടുത്താൽ, യോന നിനവേ നഗരത്തിൽ പ്രവേശിച്ചു. യോന വിളിച്ചു പറഞ്ഞു, 40 ദിവസം കഴിയുമ്പോൾ നിനവേ നശിപ്പിക്കപ്പെടും. യോന പ്രവചനത്തിലെ പ്രധാനപ്പെട്ട പ്രവചനമാണിത്. പക്ഷെ ഇത് നിറവേറാതെ പോകാനുള്ള കാരണം ജനം ദൈവത്തിൽ വിശ്വസിക്കുകയും മാനസാന്തരത്തിന്റെ ഒരു രീതിയിലേക്ക് അവര് ചാക്കൊടുത്ത് ചാരം പൂശുവാൻ അത് കാരണമായി. യോനാ പ്രവചനം 1:5 അതുപോലെ തന്നെ യോനാ പ്രവചനം 3:5 ഈ 2 പ്രതികരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് കപ്പലിലെ ജനത്തെയും ഒന്ന് നിനവേയിലെ ജനത്തെയും. യോന 1:5 കപ്പൽ യാത്രക്കാർ പരിഭ്രാന്തരായി ഓരോരുത്തരും തങ്ങളുടെ ദേവന്മാരെ വിളിച്ചപേക്ഷിച്ചു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. കാറ്റും കോളും കണ്ട് സമുദ്രത്തിന്റെ ഭീകരമായ സാധ്യത കണ്ടപ്പോൾ താങ്കളുടെ ദൈവത്തെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു. യോന മുഖാന്തരം അവർ ദൈവത്തെ വിളിക്കുവാൻ കാരണമായി പ്രകൃതിയുടെ മേൽ പോലും അധികാരമുള്ള ഒരു ദൈവത്തിന്റെ പദ്ധതി ആ ജനത്തിനെ കാണുവാൻ ഇടയായി എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ യോന 3:5 വരുമ്പോൾ നിനവേയിലെ ജനം ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് നമുക്ക് കാണുവാൻ പറ്റും. കാരണം 40 ദിവസം കഴിഞ്ഞാൽ നിനവേ നശിപ്പിക്കപ്പെടും. ഈ ഒരു സന്ദേശം അല്ലെങ്കിൽ ഈ ഒരു പ്രവചനം കേട്ട ദൈവജനം എന്ത് ചെയ്തെന്നറിയാമോ? ദൈവത്തിൽ വിശ്വസിച്ചു. നിനവയിലെ ജനം ദൈവത്തിൽ വിശ്വസിച്ചു. യോനായോട് ദൈവം പറഞ്ഞതിന് വിപരീതമായി യോന അവരോട് പറയുകയാണ്, അവർ നശിക്കും. 40 ദിവസം കഴിഞ്ഞാൽ ദൈവം അവരെ നശിപ്പിക്കുമെന്ന് പ്രവചിച്ചു. അതിന്റെ കാരണം ഭയമാണ്. പ്രിയപ്പെട്ടവരെ, ഭയം നമ്മെ എപ്പോഴും പുറകോട്ട് പിടിക്കും. ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്ന ഭയം യോനായെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഈ രക്ഷ എന്ന് പറയുന്നത് സർവ്വജനത്തിനും വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന അഥവാ വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതിയാണ് എന്ന് തിരിച്ചറിയാതെ, രക്ഷ എന്ന് പറയുന്നത് മതത്തിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഈ രക്ഷയെ ഒതുക്കിക്കളയുന്നതിനാലാണ് ഈ സത്യം തിരിച്ചറിയാൻ സാധിക്കാതെ പോയത്. അതായത് നശിച്ചു പോകുന്നത് എന്റെയും സഹോദരങ്ങളാണ് എന്ന് ചിന്തിക്കാതെ, അവരോടും ഈ ഒരു സത്യം പറയാതെ അറിയിക്കാതെ നമ്മൾ കടന്നുപോയാൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? രക്ഷ എന്ന് പറയുന്നത് ക്രിസ്തുവിലൂടെ മാത്രമാണെന്നുള്ള ഒരു സത്യം, ദൈവത്തിന്റെ വചനം മറ്റുള്ളവരോട് പറയണം.
എന്താണ് ഈ ജനവും എന്റെ സഹോദരങ്ങളാണ് എന്ന് ചിന്തിച്ച് അവരോടും ഈ സത്യം പറയണം, അറിയിക്കണം എന്ന ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്ന് ഞാൻ പ്രാപിച്ചിരിക്കുന്ന ഈ രക്ഷ മറ്റുള്ളവരിൽ കൂടി ഞാൻ അറിയിക്കുവാൻ, അല്ലെങ്കിൽ അറിയിക്കുന്ന രീതിയിൽ ഞാൻ വളർന്നാൽ, അങ്ങനെ വന്നാൽ മാത്രമേ സുവിശേഷം പറയുവാൻ എനിക്ക് മടിയുണ്ടാവാത്ത ഒരു സാഹചര്യം ഉണ്ടാകത്തുള്ളൂ. സുവിശേഷം പറയുവാൻ നമുക്ക് ആദ്യം വേണ്ടുന്നത് ലജ്ജയില്ലാത്ത ഒരു മനസ്സാണ്. ഹല്ലേലൂയ. ഒരു തടസ്സവും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ഉണ്ടാകത്തില്ല. ഒരു തരത്തിലുള്ള ലജ്ജയും നമുക്ക് ഉണ്ടാകത്തില്ല. നമ്മുടെ പ്രശ്നം നമ്മുടെ സാഹചര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയാണ്, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് ആണ്, ചുറ്റുപാടുകൾ, ഇതെല്ലാം നമ്മളെ പുറകോട്ട് വലിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇതൊന്നും നിങ്ങൾ എന്താ പറയുന്നത്, നിങ്ങളെ ഏത് രീതിയിൽ അവഹേളിച്ചാൽ പോലും പ്രിയപ്പെട്ടവരെ സുവിശേഷം പറയുവാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അവസരവും നിങ്ങൾ ഉപയോഗിക്കണം. കാരണം നമ്മുടെ മുൻപത്തെ അവസ്ഥ, അതായത് നശിച്ചു പോകുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം നമുക്കും ഉണ്ടായിരുന്നു. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് നമ്മെ മറ്റാരോ പറഞ്ഞ സുവിശേഷത്തിന്റെ ശക്തിയല്ലേ രക്ഷിച്ചത്. മറ്റാർക്കോ നമ്മളോട് കരുണ തോന്നി നാമും ഈ രക്ഷയുടെ ഭാഗമായി തീർന്നതല്ലേ. ആഗ്രഹത്തോടെ ഈ സുവിശേഷം കേട്ട് രക്ഷയിലേക്ക് വന്നതാണോ ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ? എന്നാൽ ഇന്ന് ആഗ്രഹത്തോടെ ഈ സുവിശേഷം പറഞ്ഞ് ഈ സുവിശേഷത്തിലൂടെയുള്ള രക്ഷ മറ്റുള്ളവരിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കുവാൻ സാധിച്ചാൽ നമുക്ക് ദാനമായി കിട്ടിയതല്ലേ, ദാനമായി തന്നെ നമുക്കും മറ്റുള്ളവർക്ക് അത് കൊടുക്കണം. ഹല്ലേലൂയ. ഒരാൾ പോലും നശിച്ചു പോകരുത്, നിത്യജീവൻ പ്രാപിക്കണം. യോന പറയുന്നു, കർത്താവ് കരുണയുള്ളവനാണ്, കർത്താവ് ദയ കാണിക്കുന്നവനാണ്. അതുകൊണ്ടാണ് നിനവയിൽ ഞാൻ പോകാതിരുന്നത്. ഞാൻ പോയി എന്തെങ്കിലും നിനവയിൽ പറയും. കർത്താവ് കരുണയുള്ളവനായതുകൊണ്ടും ദീർഘക്ഷമയുള്ളവനായതുകൊണ്ടും അത് മാറ്റും. അപ്പോൾ യോന പറഞ്ഞതിന് വിലയില്ലാതെ പോകും. യോനായുടെ പേര് അവിടെ നശിക്കും, അല്ലെങ്കിൽ അതിനൊരു വില കുറയും. യോന പറയുന്നത് കേട്ട് നിനവയിലെ നിവാസികൾ എന്താണ് ചെയ്തത്? അവർ ഉപവാസം പ്രഖ്യാപിച്ചു. വലിയവരും ചെറിയവരും ഒന്നുപോലെ ചാക്കൊടുത്തു. വാർത്ത കേട്ട നിനവേ രാജാവ് സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്ത് ചാരത്തിലിരുന്നു. രാജാവിന്റെ വിളംബരം നിനവേയിൽ എന്താണ്? മനുഷ്യനോ മൃഗമോ കന്നുകാലികളോ ആടോ ഒന്നും ഭക്ഷിക്കരുത്, മേയുകയും വെള്ളം കുടിക്കുകയും അരുത്. മനുഷ്യരും മൃഗങ്ങളും ഒരുപോലെ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കട്ടെ. ഓരോരുത്തരും തങ്ങളുടെ ദുർമാർഗത്തിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും പിന്തിരിയട്ടെ. ദൈവം തന്റെ മനസ്സ് മാറ്റുകയും, അല്ലെങ്കിൽ ദൈവം തന്റെ ക്രോധം പിൻവലിച്ച് അങ്ങനെ നാം നശിക്കാതിരിക്കുകയും ചെയ്തേക്കാം. നിനവേ നിവാസികൾ തങ്ങളുടെ ദുഷ്ടതയിൽ നിന്നും പിന്തിരിയുവാൻ അത് കാരണമായി. അതായത് അവരുടെ ഉപവാസവും അവരുടെ പ്രാർത്ഥനയും ദൈവസന്നിധിയിൽ എത്തി ദൈവം തന്റെ മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. ദൈവം അവരോട് കരുണ കാണിച്ചു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദൈവം കാണിച്ച അതിരറ്റ കരുണ യോനായെ അത്യധികം അസംതൃപ്തനും കുപിതനുമാക്കി എന്ന് യോനാ പ്രവചനം 4:1 നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് യോന ചോദിക്കുന്നത് ശ്രദ്ധിക്കുക, ഞാൻ എന്റെ ദേശത്തു വെച്ച് ഇത് തന്നെയല്ലേ പറഞ്ഞത്? ഞാൻ തർശീഷിലേക്ക് ഓടിപ്പോകുവാനുള്ള കാരണവും ഇതല്ലേ? എന്താണ് കാരണം? കർത്താവ് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. യോന പറഞ്ഞത് നടക്കില്ല എന്നറിഞ്ഞപ്പോ, അതായത് യോനായുടെ പ്രവചനം 40 ദിവസം കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ നശിപ്പിക്കുമെന്ന പ്രവചനം നടക്കില്ല എന്നറിഞ്ഞപ്പോൾ പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നിയ യോന വീണ്ടും പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. യോന പ്രവചനം 4:3 കർത്താവേ, എന്റെ ജീവൻ എടുത്തുകൊള്ളുക എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മരിക്കുന്നതാണ് നല്ലത്. കാരണം യോനായുടെ പേരിന് കളങ്കം സംഭവിച്ചു. പ്രവചനം നടക്കാതെ പോയാൽ അഭിമാനത്തിന്റെ പ്രശ്നമാണത്. പലപ്പോഴും നമ്മുടെയൊക്കെ കാഴ്ചപ്പാട് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഇടവന്നിരിക്കും. കാരണം ജീവിതത്തിൽ വരുന്ന ചില പ്രതിസന്ധികൾ നമ്മളെ തളർത്തിക്കളയുവാനുള്ള സാഹചര്യം,
പക്ഷേ ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 54-ാമത്തെ വാക്യം എടുത്താൽ, കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ശിഷ്യന്മാര് യേശുക്രിസ്തുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് യേശുക്രിസ്തുവും ശിഷ്യന്മാരും ജെറുസലേമിലേക്ക് പോവുകയായിരുന്നു. അവര് സമറിയ പട്ടണത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ ജനം അവരെ സ്വീകരിച്ചില്ല. അതിന്റെ ഒരു വേദനയോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ ഒക്കെ അവർക്ക് ശിഷ്യന്മാർക്ക് തോന്നി. അപ്പൊ യോഹന്നാനും യാക്കോബും ചോദിച്ച ചോദ്യത്തിന് യേശു പറയുന്ന മറുപടി, യേശു അവരെ ശാസിച്ചു എന്നാണ് ബൈബിൾ കാണുക. എന്നാൽ നിങ്ങൾ അതിന്റെ ഫുട് നോട്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയ, ബൈബിളിന്റെ ഏറ്റവും താഴെ ഫുട് നോട്ട് ശ്രദ്ധിച്ചാൽ ബൈബിൾ എങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഏലിയ ചെയ്തതുപോലെ, അതായത് കർമ്മേലിൽ ഏലിയ പ്രാർത്ഥിച്ചപ്പോ സ്വർഗത്തിൽ നിന്നും അഗ്നി ഇറങ്ങി വന്നു. ആ അഗ്നി ഇറങ്ങിയതുപോലെ ഈ സമറിയയിലെ ജനത്തെ നശിപ്പിക്കട്ടെ എന്ന് ശിഷ്യന്മാരെ ചോദിച്ചപ്പോ യേശു അവരെ ശാസിച്ചിട്ട് പറഞ്ഞു, ഏതു വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. എന്തെന്നാൽ മനുഷ്യരുടെ ജീവൻ നശിപ്പിക്കാനല്ല, അവരെ രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നത്. ഹല്ലേലൂയ. റോമ 8:2 രണ്ട് ആത്മാക്കളെ, രണ്ട് ആത്മാവിന്റെ സാന്നിധ്യത്തെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. അതായത് ഈ ഒരു ജനത്തെ നശിപ്പിക്കാൻ അഗ്നി ഇറക്കട്ടെ എന്ന് ചോദിക്കുന്ന ശിഷ്യന്മാര്, അവര് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അവരുടെ ഉള്ളിലുള്ളത് എന്ന് തിരിച്ചറിവില്ലാതെ പോയി. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളിൽ ഏത് വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നില്ല എന്ന് യേശു പറയുന്നത്. യേശു അവരെ ശാസിക്കുകയാണ്. അതായത് ദേശത്ത് ജനം രക്ഷ പ്രാപിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. ജനം വിടുതൽ പ്രാപിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതിനാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ചത്. നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഈ രക്ഷയുടെ സന്ദേശം മറ്റുള്ളവരിൽ എത്തിക്കാനാണ്. ദേശത്ത് ജനം രക്ഷ പ്രാപിക്കാതെ നശിച്ചു പോകാതെ നമ്മളിലൂടെ ഒരു ജനം സത്യം അറിയാതെ കടന്നു പോകരുത്. അതുകൊണ്ട് രക്ഷ പ്രാപിക്കാനും ക്രിസ്തുവിലൂടെയുള്ള വിടുതൽ പ്രാപിക്കാനും അതിന് കാരണം നാം ഓരോരുത്തരുമായി മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ ആ ഉത്തരവാദിത്വം മറന്ന് ജീവിക്കരുത്. ദൈവം യോനായോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. യോനാ പ്രവചനം 4:4 നിനക്ക് കോപിക്കാൻ എന്ത് കാര്യം? എന്റെ പേരിന്, അതായത് ഒരു കുറവ് അല്ലെങ്കിൽ എന്റെ റെപ്യൂട്ടേഷന് ഒരു കുറവ് വന്നാൽ അതെനിക്ക് കോപിക്കാനുള്ള കാരണമാണ്. കർത്താവ് ചോദിക്കുകയാണ്, എന്ത് കാരണം കൊണ്ടാണ് നീ കോപിക്കുന്നത്? യോനാ 4:11 പറയുന്നു, ഇടം വലം തിരിച്ചറിയാൻ കഴിവില്ലാത്ത 1,20,000-ൽ പരം ആളുകളും അസംഖ്യം മൃഗങ്ങളും വസിക്കുന്ന മഹാനഗരമായ നിനവയോട് എനിക്ക് അനുകമ്പ തോന്നരുതെന്നോ. അതായത് കർത്താവിന് ആ ജനത്തോട് കരുണ തോന്നാൻ പാടില്ലേ? കർത്താവിന് അവരോട് കരുണ തോന്നി. യോനാ വിചാരിച്ചത് കർത്താവ് ഇസ്രായേലിന്റെ മാത്രം ദൈവമാണെന്നാണ്. നോ, ഹി ഈസ് ദ അൾട്ടിമേറ്റ് ക്രിയേറ്റർ. യഹോവ എലോഹീം, അവൻ സൃഷ്ടാവാണ്. ആകാശവും ഭൂമിയും സമസ്തവും സൃഷ്ടിച്ചവനായ ദൈവം പറയുന്നു, എനിക്ക് ഇസ്രായേലിനെ കുറിച്ച് മാത്രമല്ല സകല ലോകത്തോടും ഞാൻ സൃഷ്ടിച്ച സകല മാനവരാശിയോടും കരുണയുള്ളവനാണ്. വിജാതീയനായാലും അവനും എന്റെ സൃഷ്ടിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം, ഇത് നമ്മൾ പഠിക്കണം. കാരണം ഇതാണ് അടയാളം. ഇതാണ് അടയാളം, ഈ തലമുറയ്ക്കുള്ള അടയാളം. എല്ലാ ജനവും ദൈവം സൃഷ്ടിച്ച സകല മാനവരാശിയും ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അവരോട് ദൈവത്തിന്റെ കരുണയുണ്ട്. അത് വിജാതീയനാകാം, ഏത് ജാതിയിൽപ്പെട്ടവനാകാം. ഇത് നമ്മൾ പഠിക്കണം, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതാണ് ഈ തലമുറയ്ക്കുള്ള അടയാളം. വിജാതീയർ രക്ഷ പ്രാപിക്കുന്നത് യോനായ്ക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായി. യോനായുടെ പ്രസംഗം കേട്ട നിനവേ നിവാസികൾ ഉപവാസം പ്രഖ്യാപിച്ചു. അവർ യോനായുടെ വാക്ക് വിശ്വസിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു, അവർ ദൈവത്തിൽ ആശ്രയിച്ചു. കപ്പലിലെ ജനം യോനായുടെ വാക്ക് കേട്ട് ഭയപ്പെട്ടു. ഭാരം കുറച്ച് കപ്പലിനെ രക്ഷിക്കാനാണ് അവർ ശ്രമിച്ചത്. നിനവേക്കാർ തങ്ങളുടെ ദുർമാർഗം വിട്ട് ഉപവാസവും പ്രാർത്ഥനയുമായി, എന്ന് വെച്ചാൽ പാപ വഴിയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു. കപ്പലിൽ ആര് മൂലമാണ് പ്രശ്നമുണ്ടായത് എന്ന് നോക്കി ആ പ്രശ്നം മാത്രം അവർ പരിഹരിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്ക് യോനായെ കടലിൽ എറിഞ്ഞാൽ പ്രശ്നപരിഹാരം നേടാൻ പറ്റും. എന്ന് വെച്ചാൽ ഈ കപ്പലിലുണ്ടായ ജനം നറുക്കിട്ട് യോനായെ കടലിൽ എറിഞ്ഞ് അവർ പ്രശ്നത്തിന്റെ പരിഹാരം നേടി. എന്നാൽ നമ്മളുടെ ജീവിതം എടുത്താൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ സുവിശേഷം പറയുന്നവരാകണം.
ആളുകളുടെ റെസ്പോൺസ് എന്തായിരിക്കാം എന്ന് കരുതി വിഷമിക്കേണ്ട. ഹല്ലേലൂയ. ഡു അവർ ഡ്യൂട്ടി, റെസ്റ്റ് ഗോഡ് വിൽ ഡു. ദൈവം ചെയ്തുകൊള്ളും. യോന പറയുന്നു, മരിക്കുന്നതാണ് നല്ലത്, കപ്പലിൽ നിന്ന് കടലിൽ എറിഞ്ഞാലും നിനവേക്ക് പോകില്ല എന്ന ചിന്ത, ആ ചിന്തയിൽ നിന്നും കണ്ടോ വീണ്ടും മരിക്കണമെന്ന ആഗ്രഹം യോനയിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ വിളിച്ചത് ദൈവമാണ്, തെരഞ്ഞെടുത്തത് ദൈവമാണ്. രക്ഷയുടെ സന്ദേശം പ്രഖ്യാപിക്കാനാണ് നമ്മളെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് അനുസരണയുള്ളവരായി നാം പ്രവർത്തിക്കണം. വീണു പോയേക്കാം യോനായെ പോലെ, പക്ഷെ ദൈവം വീണ്ടും നമുക്ക് അവസരം തരും. അവസരം തരാൻ സന്നദ്ധനുമാണ് ദൈവം. ശുശ്രൂഷ യോനായ്ക്ക് തിരിച്ചു കൊടുത്തതുപോലെ, വീണ്ടും യോന കുപിതനായതുപോലെ നാം മറ്റുള്ളവരോട്, അതായത് മറ്റുള്ളവരുടെ നാശം കാണാൻ നമ്മൾ ആഗ്രഹിക്കരുത്. ഒരാൾ പോലും നശിച്ചു പോകാൻ നമ്മളായിട്ട് കാരണമാകരുത്. ദൈവം നമുക്ക് വീണ്ടും അവസരം തരുമെന്ന് നമ്മൾ തിരിച്ചറിയുക. നിനവയിലെ ജനം പശ്ചാത്തപിച്ചു, ദൈവം ക്ഷമിക്കുകയും ചെയ്തു. എന്നാൽ യോന നഗരത്തിന് പുറത്തിറങ്ങി എന്താണ്, തനിക്ക് വേണ്ടി ഒരു കൂടാരം പണിതു. നഗരത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് കാണാൻ കൂടാരത്തിൽ ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അതായത് ഈ ജനത്തിന്റെ മേൽ സ്വർഗത്തിൽ നിന്നും തീ ഇറങ്ങുന്നത് കാണാൻ, നഗരം നശിക്കുന്നത് കാണാൻ യോന കാത്തിരുന്നു. മത്സ്യത്തിന്റെ അകത്ത് കിടന്ന് നിലവിളിച്ചപ്പോൾ നശിച്ചു പോകുമെന്ന് കരുതിയ യോനായെ രക്ഷിച്ച ദൈവം നിനവേയിലെ ജനത്തെ രക്ഷിക്കുന്നതിൽ യോനയ്ക്ക് ഇഷ്ടക്കേട്. യോനയുടെ മറ്റൊരു മുഖം നിങ്ങൾ കണ്ടോ? നിനവേയിലെ ജനം നശിപ്പിക്കപ്പെടണമെന്ന ആഗ്രഹമുള്ള, അല്ലെങ്കിൽ ആ ജനം നശിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന യോന. അതായത് മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്നപ്പോൾ നിലവിളിച്ചപ്പോൾ എന്നെ രക്ഷിച്ച കരുണയുള്ള ദൈവം മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിൽ വൈമുഖ്യമുള്ള യോന. മറ്റുള്ളവരുടെ നാശമല്ല, രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവൃത്തിയാണ് നാം ചെയ്യേണ്ടത് എന്ന് നാം തിരിച്ചറിയുന്നിടത്ത് യോന അല്പം മുമ്പ് പ്രാപിച്ച രക്ഷ മറന്നുപോയി. നമ്മളും ഇങ്ങനെ പ്രവർത്തിക്കുന്നവരാകരുത് എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിൽ ഒരാൾ നശിക്കുന്നത് കാണുവാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. നമ്മൾ ക്രിസ്തീയ സംസ്കാരം, ഒരു ക്രൈസ്റ്റ് കൾച്ചർ ഉയർത്തിപ്പിടിക്കുന്നവരാണ്. അത് നമ്മൾ മറക്കരുത്. നമ്മൾ ആ ഒരു ക്രിസ്തീയ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്നവരായി ലോകത്തിന്റെ അതിർത്തികൾ വരെ നമ്മൾ കടന്നു പോകണം. കാരണം ഇതൊരു മടങ്ങി വരവിന്റെ സമയമാകണം. എ ടൈം ഓഫ് റീകൺസിലേഷൻ. മടങ്ങി വരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വിളിക്കുകയാണ്. നമുക്ക് വീണ്ടും ദൈവം അവസരം തരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കടക്കൽ കോടാലി വെച്ചു, പക്ഷെ വീണ്ടും അവസരം തരികയാണ്. അത് നിന്റെ മദ്യപാനമാകാം, അത് നിന്റെ കുടുംബത്തിലെ പ്രശ്നമാകാം, അത് നിന്റെ ഭാര്യയോടോ, അത് നിന്റെ ഭർത്താവിനോടോ, അത് നിന്റെ മക്കളോടോ, അത് നിന്റെ മാതാപിതാക്കളോടോ, അത് നിന്റെ അശുദ്ധിയുടെ വിശുദ്ധിയുടെ മേലോ ഉള്ള പ്രശ്നങ്ങളാകാം. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി മറ്റുള്ളവരെ രക്ഷയിലേക്ക് നയിക്കാൻ, വീണ്ടെടുക്കാൻ, അതിനായി ദൈവം വിളിക്കുകയാണ്. സുവിശേഷം പറയുവാൻ നീ ലജ്ജിക്കുന്നുണ്ടോ? വിളക്ക് കൊളുത്തി ആരും നിലവറയ്ക്കുള്ളിലോ പറയുടെ കീഴിലോ വെക്കാറില്ല. മറിച്ച് വെളിച്ചം കാണുവാൻ അത് പീഠത്തിന്മേലാണ് വെക്കുക. ദൈവം നിന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന പ്രകാശത്തെ ഉയർത്തിപ്പിടിക്ക്. ലോകം നിന്നിലൂടെ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. യെശയ്യാ 60:1 ബൈബിള് പറയുന്നു, ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു, കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഉണർന്ന് പ്രശോഭിക്കുവാൻ തീരുമാനമെടുക്കുക. ഹല്ലേലൂയ. എങ്ങനെയാണ് ദൈവ നാമത്തിന് നാം മഹത്വം കൊടുക്കുക? ഒരു കാര്യം നമ്മൾ വിസ്മരിക്കാതിരിക്കുക. യോന പ്രവാചകനല്ലാതെ യേശു പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ പ്രവാചകൻ വേറെ ഇല്ല. യേശു തന്നോട് തന്നെ ഉപമിച്ച ഏക വ്യക്തി യോന. പക്ഷെ ആ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ജീവിതത്തിൽ ദൈവവിളിയോട് വൈമുഖ്യം കാണിച്ചാൽ അത് അനുഗ്രഹത്തിന് തടസ്സമാകും. തിരിച്ചു വരുവാൻ അനുരഞ്ജനം അനിവാര്യമാണ് എന്ന് ദൈവം അവസരം ഒരുക്കിത്തരുമെന്നും ഒരുക്കിക്കൊള്ളുമെന്നും നമ്മെ ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോടെ ചെയ്യാനുള്ള ആർജവം നമ്മൾ കാണിക്കണമെന്നും വിസ്മരിക്കാതിരിക്കുക. എന്റെ വാക്കിന് വില കിട്ടണം, ഞാൻ പറഞ്ഞത് നടക്കണം എന്ന പിടിവാശി നമ്മൾ ഉപേക്ഷിക്കണം. യോന പറഞ്ഞത് സംഭവിച്ചില്ല, ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ചിന്തിച്ചത് തെറ്റ്. പ്രവചിക്കുവാൻ അഭിഷേകവും അതിരത്തിൽ വചനവും നൽകിയ ദൈവത്തിന്റെ വാക്കിന് വില കൊടുക്കാതെ, അതിനല്ലേ മക്കളെ നമ്മൾ വില കൊടുക്കേണ്ടത്? ആ ദൈവത്തിന്റെ വാക്കിന് വില കൊടുക്കണം. ആ ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കണം. യോന ദൈവത്തിന്റെ വാക്കിന് വില കൊടുക്കാതെ കപ്പലിൽ ഓടി ഒളിച്ചപ്പോൾ പ്രകൃതിയെ ദൈവം ഉപയോഗിച്ചു.
ഞാൻ പ്രവചിച്ചത് നടക്കണം എന്ന ചിന്തയിൽ നിനവെ നശിക്കുന്നത് കാണാൻ ആഗ്രഹിച്ച യോനയുടെ ജീവിതത്തിൽ വീണ്ടും ദൈവം പ്രകൃതിയെ ഉപയോഗിക്കുന്നു. യോന 4:6 യോനായ്ക്ക് തണലും ആശ്വാസവും നൽകുന്നതിന് ദൈവമായ കർത്താവ് ഒരു ചെടി മുളപ്പിച്ചു. ആ ചെടി കണ്ട് യോന അത്യധികം സന്തോഷിച്ചു എന്ന് ബൈബിള് വ്യക്തമാക്കുകയാണ്. കാരണം പിറ്റേന്ന് പ്രഭാതത്തിൽ ഒരു പുഴുവനെ അയച്ച് ദൈവം ആ ചെടിയെ നശിപ്പിക്കുന്നതും ആ ചെടി വാടിപ്പോകുന്നതുമായി നമ്മൾ കാണുന്നുണ്ട്. സൂര്യൻ ഉദിക്കുന്നു, ഉഷ്ണക്കാറ്റ് വീശുന്നു, സൂര്യന്റെ ചൂടേറ്റ് യോന തളരുന്നു. വീണ്ടും യോന പറയുന്നു, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. യോന പ്രവചനം 4:8. വീണ്ടും പ്രതികൂലം. ജീവിതത്തിൽ പ്രതികൂലത്തിന്റെ സമയത്ത് തളർന്നു പോകുന്ന മരണം ആഗ്രഹിക്കുന്ന എത്രയോ നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ ഇടയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓർത്തുകൊള്ളുക, പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കും, വിനാശത്തിന്റെ കാറ്റ് വീശും. പക്ഷെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ തളർന്നു പോകരുത്. പിടിച്ചു നിൽക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മുടെ നെഞ്ചിലേറ്റെടുക്കണം. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ നാളില് ജീവിതത്തിന്റെ പ്രതിസന്ധിയില് വീട് വിട്ട് ഇറങ്ങിപ്പോയ ഒരു പെൺകുട്ടി തന്റെ ജീവിതത്തില് തന്റെ അപ്പന്റെ പ്രായമുള്ള ഒരാളെ വിവാഹം കഴിച്ച് സ്വന്തം മാതാപിതാക്കൾക്കെതിരെ തന്റെ ഒരു റിവെഞ്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു. മറ്റൊരു വ്യക്തി ഒരു പ്രതികൂലത്തിന്റെ നടുവില് കൈമുറിച്ച് ആത്മഹത്യയിലേക്ക് പോകാൻ തീരുമാനമെടുത്തു. ഇങ്ങനെയുള്ളൊക്കെ ചിന്ത വരുന്നത് ദൈവത്തിൽ നിന്നല്ല. നമ്മളെ നശിപ്പിക്കുവാൻ നോക്കുന്ന സാത്താനിക ശക്തികൾ നമ്മളെ തകർക്കുവാൻ നോക്കുന്നു. തിരുത്തപ്പെടേണ്ട മേഖലകളെ തിരുത്തി പൂർണ്ണമായും ഇന്ന് ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. യോനാ പ്രവചനം 4:9 ദൈവം ചോദിക്കുകയാണ്, ആ ചെടി നശിച്ചത് കൊണ്ട് കോപിക്കുവാൻ നിനക്കെന്ത് കാര്യം? വിസ കിട്ടിയില്ലെങ്കിൽ, PR കിട്ടിയില്ലെങ്കിൽ, ജോലി കിട്ടിയില്ലെങ്കിൽ, അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ, ഉദ്ദേശിച്ച വിവാഹം നടന്നില്ലെങ്കിൽ മക്കളെ നിനക്ക് ദേഷ്യമുണ്ടോ? യോന പറഞ്ഞു, കോപിക്കാൻ കാരണമുണ്ട്, മരണം വരെ കോപിക്കാൻ കാരണമുണ്ട്. ഒരു രാത്രി കൊണ്ട് വളർന്ന് പിറ്റേന്ന് നശിച്ചുപോയ യോന അധ്വാനിക്കാത്ത ആ ചെടിയോട് യോനായ്ക്ക് തോന്നിയ അനുകമ്പ. എങ്കിൽ നിനവേയിലെ ജനത്തോട് ദൈവത്തിന് അനുകമ്പ തോന്നരുതെന്നോ? 1,20,000-ലധികം ജനവും മൃഗങ്ങളും വസിക്കുന്ന നിനവേയോട് കരുണ കാണിക്കുന്ന ഒരു ദൈവം യോനായെ ചിലത് പഠിപ്പിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, രക്ഷ യഹൂദന് മാത്രമല്ല വിജാതീയനും അവകാശപ്പെട്ടതാണ്. ഹല്ലേലൂയ. യോനായെ രക്ഷിച്ചതും വിടുവിച്ചതും യോന ഓർത്തില്ല. ദൈവം കരുണയുള്ളവനായിരുന്നു. അതായത് മറ്റുള്ള ജനതകളും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ഈ കൃപയിൽ ഈ സത്യസുവിശേഷം പ്രസംഗിക്കുന്നവരായി നമ്മെ ദൈവം ശക്തിപ്പെടുത്തുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വന്ന കുറവുകളെ, അതായത് നമുക്ക് ഓർത്ത് പശ്ചാത്തപിക്കുവാൻ ദൈവം അവസരം തരികയാണ്. മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്ന് നിലവിളിച്ച യോനയെ പോലെ നമുക്കും ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ. കാരണം രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. നമുക്ക് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ എടുത്താൽ ബൈബിൾ ഇങ്ങനെയാണ് പറയുക, അവർ ഒരു നവ്യഗാനം ആലപിച്ചു, പുസ്തക ചുരുൾ സ്വീകരിക്കുവാനും അതിന്റെ മുദ്രകൾ തുറക്കുവാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും, എല്ലാ ഭാഷയിലും, എല്ലാ ജനതകളിലും, എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. നീ അവരെ നമ്മുടെ ദൈവത്തിന് ഒരു രാജ്യവും പുരോഹിതന്മാരുമാക്കി അവർ ഭൂമിയുടെ മേൽ ഭരണം നടത്തും. പ്രിയപ്പെട്ടവരെ, നിനവയെ രക്ഷിച്ച ദൈവം കരുണ കാണിച്ചു. കാൽവരിയിൽ യേശു തന്റെ രക്തം ചിന്തി സകല മാനവരാശിയെയും രക്ഷിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, സകല ഗോത്രങ്ങള്, സകല ഭാഷകള്, സകല ജനതകള്, സകല രാജ്യങ്ങള്, ഈ 4 മേഖലയിൽ പെടാതെ ഒരാൾ പോലും ഈ ലോകത്തിലില്ല. ഒന്നുകിൽ ഒരു ഗോത്രത്തിൽ പിറന്നവൻ, ഒന്നുകിൽ ഒരു ഭാഷ സംസാരിക്കുന്നവൻ, ഒന്നുകിൽ ഒരു ജനതയിലുള്ളവൻ, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ജീവിക്കുന്നവൻ. പ്രിയപ്പെട്ടവരെ, ഈ ഗോത്രത്തിലും ഭാഷയിലും ജനതയിലും രാജ്യത്തിനുമുള്ള സകല ജനങ്ങളെയും തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങിയ യേശു ക്രിസ്തു ഇന്ന് നമ്മള് ഈ പുരോഹിതന്മാരാണ്, ഈ ജനത്തോട് സുവിശേഷം പറയാൻ ഉത്തരവാദിത്തമുള്ളവരാണ് എന്ന് വ്യക്തമാക്കുകയാണ്. യേശുവിനെ ചൂണ്ടിക്കാണിക്കുവാൻ വന്ന സ്നാപക യോഹന്നാൻ വിളിച്ചത് ഓർത്തെടുക്കുക, അണലി സന്തതികളെ. ആസന്നമായിരിക്കുന്ന ക്രോധത്തിൽ നിന്ന് ഓടി ഒളിക്കുവാൻ നിങ്ങൾക്ക് ആരാണ്? നിങ്ങളെ ആരാണ്? ഹല്ലേലൂയ. ഓർത്തുകൊള്ളുക, ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന ഒരു ചൂണ്ടുപലകയായി സ്നാപക യോഹന്നാനെ പോലെ നമുക്കും സുവിശേഷം പറയാം.
2 ദിനവൃത്താന്തം 7:14 ബൈബിള് പറയുന്നു, എന്റെ നാമം പേർന്ന എന്റെ ജനം എന്നെ അന്വേഷിക്കുകയും നിങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യുമെന്ന് ബൈബിൾ വ്യക്തമാക്കുകയാണ്. നിനവേ, യഥാർത്ഥത്തിൽ നിനവേയിൽ സംഭവിച്ചത് ഇതാണ്. വാക്കു പറഞ്ഞ ദൈവം, വാഗ്ദാനത്തിൽ വിശ്വസ്തനായവൻ, ദൈവസന്നിധിയിലേക്ക് ഉയർന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരമേകി. ഹല്ലേലൂയ. എന്റെ നേരെ കണ്ണും കാതും ജാഗരൂകമാക്കുന്നവന് ജാഗരൂകമാക്കണമെന്നുള്ള ഉറപ്പ്, ആ ഉറപ്പ് അങ്ങനെ പ്രാർത്ഥിച്ച ജനത്തോട് ദൈവം കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവനാമത്തിൽ വിളിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. ഈ മഹാമാരി കടന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ കരുത്തുള്ള ദൈവത്തിന്റെ ശക്തി ഇന്ന് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ വ്യാപരിക്കണം. അതുകൊണ്ട് ക്രിസ്തുവിന്റെ മുമ്പിൽ നമ്മൾ മുട്ടുമടക്കണം. കാരണം അവന്റെ മുമ്പിലാണ് എല്ലാ മുട്ടും മടങ്ങുക. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നിവൃത്തികോടുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കരുത്. നിങ്ങളുടെ രോഗം വന്നതുകൊണ്ട് നിങ്ങൾ മുട്ടുമടക്കരുത്. മറ്റു മാർഗമില്ലാത്തത് കൊണ്ട് നിങ്ങൾ മുട്ടുമടക്കരുത്. പക്ഷേ മുട്ടുമടക്കുന്നുവെങ്കിൽ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ നിങ്ങൾ തേടണം. സ്വമനസ്സാൽ നിങ്ങൾ മുട്ടുമടക്കിയാൽ ദൈവം നമുക്ക് സമീപസ്ഥനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. യോനായ്ക്ക് ഒരു ചെടി തണലേകി. നമുക്ക് ചിലത് തണലേകുമെന്ന് തോന്നാം. ചില സൗഹൃദങ്ങള്, ചില ചീത്ത ബന്ധങ്ങള്, ചില ജോലി, ചില നമ്മുടെ ജീവിതത്തിലെ ചില സൗന്ദര്യബോധങ്ങള്, നമ്മുടെ കഴിവ്, നമ്മുടെ ബുദ്ധി, അല്ലെങ്കിൽ നമ്മുടെ ശരീരം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ മക്കള്, അല്ലെ നമ്മൾ ഇരിക്കുന്ന നമ്മുടെ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന ചില കസേരകള്, നമ്മുടെ ചില സ്ഥാനമാനങ്ങള് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു. ഇതെല്ലാം നിങ്ങൾക്ക് ചിലപ്പോൾ ചില തണലേകുന്ന സാഹചര്യങ്ങളാണ്. ഈ തണലിൽ നിന്നും പ്രിയപ്പെട്ടവരെ നിങ്ങൾ തിരിച്ചു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുകയാണ്. നിങ്ങൾ നോക്കേണ്ടത് ഒന്നേ ഉള്ളൂ, നിങ്ങൾ നോക്കേണ്ടത് ദൈവത്തെയാണ്. അഹങ്കരിക്കരുത് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദൈവത്തെ നിങ്ങൾ മറക്കരുത് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ. എല്ലാ നാളും നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും എല്ലാ നാളിലും നമുക്ക് തന്നത് ദൈവമാണ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില പുഴുക്കുത്തുകൾ വന്നേക്കാം, ചിലതെല്ലാം നശിപ്പിക്കപ്പെട്ടേക്കാം. പക്ഷേ ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയത്തില്ല. നിങ്ങൾ തിരിച്ചറിയുക. ഒരു തരത്തിലും നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നതല്ല, ദൈവം തരാത്തതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. എല്ലാ നന്മയും ദൈവം നമുക്ക് തന്നതാണ്. പക്ഷെ എവിടെ വെച്ചോ നമ്മൾ ദൈവത്തെ മറന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. യേശുവിന്റെ കുരിശു മരണത്തിലേക്ക് നമുക്കൊന്ന് നടന്നെടുക്കാം. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ഥിയായി വന്നവൻ സകല ലോകത്തിന്റെയും പാപം ഇതാ ചുമന്നു നീക്കുകയാണ്. ലോകത്തിന്റെ സകല മാനവ കുലത്തെയും രക്ഷിക്കുവാൻ, ഈ ലോകത്തിലുള്ള സകല ജനപദങ്ങളെയും രക്ഷിക്കുവാൻ കാൽവരിയിലെ കൊലക്കളത്തിലേക്ക് എന്റെയും നിങ്ങളുടെയും പാപം സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഏൽക്കേണ്ടിയിരുന്ന ശിക്ഷ സ്വയം ഏറ്റെടുത്ത് പാപപരിഹാര ബലിയിലൂടെ തന്നെ സമർപ്പിച്ച് ലോകത്തെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ തന്റെ അവസാനത്തുള്ളി രക്തവും ചിന്തി മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റവൻ, സാത്താന്റെ തലയെ തകർത്ത് അവന്റെ ആധിപത്യങ്ങളെയും അവന്റെ അധികാരങ്ങളെയും തകർത്ത് വിജയം പ്രഖ്യാപിച്ചവൻ ഇതാ യോനായെ പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. യോന 3 ദിവസം മത്സ്യത്തിന്റെ ഉദരത്തിൽ കിടന്നതുപോലെ യേശു 3 ദിവസം ഭൂമിക്കടിയിൽ. ഒരു രക്ഷയ്ക്ക് മറ്റൊരു അടയാളം ഈ ലോകത്തിലില്ല, ഈ ആകാശത്തിന്റെ കീഴില്, ഈ ഭൂമിക്ക് മുകളില് യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ദേവദവരെ, ഇന്ന് ലോകം അന്ധകാരത്തിലാണ്, ഇന്ന് ലോകം അധപ്പതനത്തിലാണ്. ഒരിക്കലും കാണാത്ത വിധത്തില് അക്രമങ്ങളും കൊലപാതകങ്ങളും അശുദ്ധികളും ഇന്ന് ലോകത്തിൽ നിറയുകയാണ്. സ്വന്തം പിതാവ് പോലും തന്റെ മക്കളെ പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ നടുവില്, മാതാപിതാക്കന്മാരെ കൊല്ലുന്ന മക്കളുള്ള കാലഘട്ടത്തില്, മദ്യവും മയക്കുമരുന്നും ഇന്ന് യുവജനങ്ങളെ നശിപ്പിക്കുന്ന ഈ കാലഘട്ടത്തില് പ്രിയപ്പെട്ടവരെ, കരുണയ്ക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം. കരുണയ്ക്ക് വേണ്ടി കർത്താവിന്റെ മുമ്പിൽ നമുക്ക് മുട്ടുമടക്കാം. ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷം എത്തിക്കുന്ന ഒരു ക്രിസ്തീയ സംസ്കാരത്തെ പടുത്തുയർത്തുന്ന മക്കളായി നമുക്ക് മാറാം. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ തൊടാൻ ആഗ്രഹിക്കുകയാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. മറ്റൊരു അടയാളമില്ല, യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരു അടയാളം ഈ ലോകത്തിന് ദൈവം നൽകുന്നില്ല. അതുകൊണ്ട് യേശുവിന്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുക. കാൽവരിയിൽ യേശുക്രിസ്തു നമുക്കായി ചിന്തിയ ആ പരിശുദ്ധ രക്തത്തിന്റെ ശക്തി ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളെയും അനുഗ്രഹിക്കുവാൻ ഒരാളേ ഉള്ളൂ. അവന്റെ പേര് നസ്രായനായ യേശുക്രിസ്തു. അവന്റെ നാമത്തിന് മുമ്പിൽ എല്ലാ മുട്ടും മടങ്ങും. അവനിൽ വിശ്വസിക്കുന്ന
ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുമെന്നുള്ള സത്യത്തെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തുമ്പോൾ, കർത്താവേ ഞാനിതാ എന്ന് പറഞ്ഞുകൊണ്ട്, ഞാനിതാ ഈ ഒരു സത്യം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കും ദൈവസന്നിധിയിൽ മുട്ടുകളെ മടക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാം അനുഗ്രഹമാകട്ടെ. എല്ലാ നന്മകൾ കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ. എല്ലാം നമ്മൾ കാൽവരിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ആമേൻ. Hallelujah. This is Raji Kottaram from Christ Culture. I hope you have enjoyed this video. For more videos and music, please subscribe this channel. May God bless you in Jesus' name. Amen.